എൻ്റെ പേര് ശില്പ. ഞാൻ അടൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ വന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു വലിയൊരു സാക്ഷ്യം ഇവിടെ പങ്കുവയ്ക്കാനാണ് വന്നത്. അമ്മ മാതാവിന് കോടി കോടി നന്ദി. ആദ്യമേ ഞാൻ അമ്മയോട് മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി കുറച്ച് താമസിച്ചു പോയി. അതിവിടെ വന്ന് അമ്മയുടെ മുമ്പിൽ നിന്ന് ഈ അൾത്താരയിൽ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അമ്മേ ഞാൻ താമസിച്ചു പോയത്. അമ്മ എന്നോട് ക്ഷമിക്കണം. ഈശോമിശിഹാ തമ്പുരാനും എന്നോട് ക്ഷമിക്കണമേ. എനിക്ക് പറയാനുള്ളത്, ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് എനിക്ക് എപ്പോഴും വയറുവേദനയായിരുന്നു. ആദ്യത്തെ 3 മാസത്തെ സ്കാനിങ്ങിൽ ചെയ്ത് നോക്കിയിട്ട് ഒരു കുഴപ്പവും കാണുന്നില്ല. കുഞ്ഞിനും കുഴപ്പമില്ല, എൻ്റെ യൂട്രസിനും കുഴപ്പമില്ലെന്നാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ മാസത്തിലെ സ്കാൻ ചെയ്ത് നോക്കിയപ്പം അവർ പറഞ്ഞു യൂട്രസ് കുറച്ച് വീക്കാണ്, കുട്ടി വളരുന്നതിനനുസരിച്ച് യൂട്രസ് വീക്കായിക്കൊണ്ടേ ഇരിക്കുകയാണ്, സെർവിക്സ് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്, ഏത് സമയവും കുട്ടി പുറത്തേക്ക് പോരുമെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു സ്റ്റിച്ച് ഇടുക മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മുടെ മുമ്പിൽ വഴിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് കിൻഡർ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ കുറച്ച് താമസിച്ചു പോയി വരാൻ. കാരണം നോർമലി 12 ആഴ്ച അല്ലെങ്കിൽ 13 ആഴ്ചയിലാണ് ഈ സ്റ്റിച്ച് ഇടുന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അപ്പോഴേക്കും 17 ആഴ്ചയായി, 5 ആഴ്ചയും കൂടെ കൂടിപ്പോയി. എന്നാലും ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം, റിസ്ക് ആണ്, നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഇൻഫെക്ഷനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഇൻഫെക്ഷനും ഇതും കൂടെ ആയപ്പോഴത്തേക്ക് ആകെ കോംപ്ലിക്കേറ്റഡ് ആയി. അങ്ങനെ അവസാനം സ്റ്റിച്ചിട്ട് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കിടന്ന് 3-4 ദിവസം കിടന്നിരുന്നു. ആ സമയത്ത് എൻ്റെ റൂമിലുണ്ടായിരുന്ന വേറൊരു ആൻറ്റിയാണ് എന്നോട് കൃപാസനം ചർച്ചിനെ കുറിച്ച് പറഞ്ഞതും ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥനയെക്കുറിച്ചും എല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ എനിക്ക് അതുപോലെ തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഉടമ്പടി തൈലം അവർ ഷെയർ ചെയ്തു. ആ തൈലം ഞാൻ എൻ്റെ വയറുമേൽ പുരട്ടുകയും ചെയ്യുമായിരുന്നു എല്ലാ ദിവസവും. എന്നിട്ടും എനിക്ക് വയറുവേദന ശരിക്കും കുറയുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കൃപാസന മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ഉടമ്പടി എടുത്തേക്കാമേ, സാക്ഷ്യം പറഞ്ഞേക്കാമേ, എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും കൂടാതെ എനിക്ക് തരണേന്ന് പറഞ്ഞു. എല്ലാ ആഴ്ചയും OP വരുമ്പോൾ ഡോക്ടർ പറയും ശില്പ എങ്ങനെയെങ്കിലും 28 ആഴ്ച ആവുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞിനെ നോക്കാം, അല്ലെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 28 ആഴ്ച പറഞ്ഞ് കുഞ്ഞിനെ എനിക്ക് 33ാമത്തെ ആഴ്ചയിൽ അമ്മ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി എനിക്ക് തന്നു. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നെ അമ്മ തന്നു. സാധാരണ നേരത്തെ പ്രസവിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വൈകല്യങ്ങൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും അമ്മ മാതാവ് തന്നില്ല. അമ്മയ്ക്ക് 1000 നന്ദി. ആ കുഞ്ഞിനെ ഞാൻ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ ഞാൻ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. പിന്നെ വീണ്ടും എനിക്ക് അമ്മ 2ാമത് എൻ്റെ കുഞ്ഞിന് വീണ്ടും ഒരു അനുഗ്രഹം കൂടെ തന്നു. കഴിഞ്ഞ മാസം എൻ്റെ കുഞ്ഞിന് ഒരു വൈറൽ ഫീവർ വന്നായിരുന്നു. വൈറൽ ഫീവർ വന്ന് മാറിക്കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ കാലിന് ചെറിയൊരു മുടന്ത് പോലെ, ഒന്നും ശരിക്കും നടക്കുന്നില്ല. അപ്പം ഡോക്ടർമാരെ കാണിച്ചപ്പോൾ പറഞ്ഞു മാർക്കോളും എന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തു, എക്സ്റേയിലൊന്നും കാണുന്നില്ല. അപ്പം ഒരു ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ചിലപ്പം പെർത്ത് ഡിസീസ് എന്ന് പറഞ്ഞൊരു വലിയ കണ്ടീഷനാണ്, ഈ ഹിപ്പ് ജോയിൻറ്റിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുവാണ്. അപ്പം അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, വലിയ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അന്ന് രാത്രിയിൽ മാതാവിനോട് പറഞ്ഞു മാതാവേ ഉടമ്പടി എടുത്തേക്കാമേ, സാക്ഷ്യം പറഞ്ഞേക്കാമേ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ അമൃതയിലേക്ക് ഡോക്ടറിനെ കുഞ്ഞിനെ കാണിക്കാൻ കൊണ്ടുവന്ന വഴിയിൽ ഇവിടെ കൊണ്ടുവന്നു. ഞാനും അമ്മയും അനിയത്തിയും വന്ന് കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു, പ്രാർത്ഥിച്ചു. അപ്പം തന്നെ കുഞ്ഞിനെ താഴേക്ക് നടത്തിയപ്പോൾ കുഞ്ഞ് നോർമലായിട്ട് നടക്കാൻ തുടങ്ങി. അത് എൻ്റെ കണ്ണു മുമ്പിൽ അപ്പം തന്നെ കണ്ടൊരു വലിയൊരു സാക്ഷ്യമാണത്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് OET എക്സാമിൻ്റെ കാര്യമാണ്. ഞാൻ ആദ്യത്തെ ചാൻസ് തന്നെ OET എക്സാം ഞാൻ പാസ്സായി. അത് ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ 89ാമത്തെ ദിവസമാണ് എൻ്റെ റിസൾട്ട് വന്നത്. എനിക്ക് UK സ്കോർ തന്നെ അമ്മ മാതാവ് തന്നു. അതുപോലെ തന്നെ എക്സാമിന് ചെന്നപ്പോൾ എനിക്ക് സമയം കാണാൻ പറ്റുന്നില്ല. എൻ്റെ കണ്ണിന് കാഴ്ചയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ കണ്ണാടി എടുക്കാൻ മറന്നുപോയായിരുന്നു. എനിക്ക് സമയം കാണുന്നില്ല. അപ്പോൾ ഞാൻ എക്സാമിനറോട് പറഞ്ഞു സാറേ എനിക്ക് സമയം കാണുന്നില്ല, കുറച്ച് മുമ്പോട്ടൊന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എക്സാമിനർ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമയം കാണുന്നില്ല. അപ്പോൾ ഞാൻ വെച്ച് ദൈവമേ ഞാൻ എന്തിനാ മാതാവേ ഞാനിവിടെ എക്സാം എഴുതാൻ വന്നത്, സമയം കണ്ടില്ല, ഞാൻ ഈ എക്സാം എഴുതുന്നുണ്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ ഞാൻ 1 മിനിറ്റ് കണ്ണടച്ച് കൃപാസന മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഇത്രയും ദൂരം ഇവിടെ വന്നതാണ് എക്സാമിന്, അമ്മേ മാതാവേ എനിക്ക് സമയം കാണിച്ചു തരണേന്ന് പറഞ്ഞു. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് സമയം മാത്രം കാണാം. അതിന് മുമ്പ് ഇരിക്കുന്ന ബോർഡിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളൊന്നും എനിക്ക് കാണത്തില്ല. പക്ഷേ എനിക്ക് ആ സമയം കൃത്യമായിട്ട് അമ്മ കാണിച്ചു തന്നു. അതുതന്നെ എനിക്ക് ആ സമയത്ത് ഒരു അടയാളം കിട്ടി. ഞാൻ പരീക്ഷയ്ക്ക് ജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു വലിയൊരു അടയാളമായിരുന്നു അത്. അതുപോലെ തന്നെ അമ്മ ഞങ്ങൾക്ക് ഒത്തിരി ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. അമ്മയോടും ഈശോയോടും ഒരുപാട് നന്ദി പറയുന്നു. അമ്മയുടെ സാക്ഷികളായിട്ട് ഞങ്ങൾ എന്നും ജീവിക്കുന്നതായിരിക്കും. ശില്പ എന്നാണ് ഇവിടെ ഉടമ്പടി എടുത്തത്? ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. മെയ് 1-ാം തീയതിയാണ് എടുത്തത്. എന്നാണ് കുഞ്ഞിനായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഓർക്കണുണ്ടോ? കഴിഞ്ഞ ഡിസംബറിലാണ് കൊണ്ടുവന്നത്. അന്നാണ് കുഞ്ഞിൻ്റെ കാല് വയ്യാതെ, ഡിസംബർ ജനുവരിയോ. എവിടെയാണ് കുഞ്ഞിനെ കൊണ്ട് നിർത്തിയത്? പുറത്തായിരുന്നു നിർത്തിയത്. അന്ന് നമ്മുടെ ചർച്ച് തുറന്നിട്ടില്ലായിരുന്നു.
വെളിയിൽ കൊണ്ട് നിർത്തിയാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയതെന്ന്. മാതാവിൻ്റെ നടയിലാണ്. മാതാവിൻ്റെ നടയിൽ വന്ന് നിന്നിട്ട് പ്രാർത്ഥിച്ചു. അവിടെ വന്നപ്പോഴത്തേക്ക് കുഞ്ഞ് നോർമലായിട്ട് നടക്കാൻ തുടങ്ങി. ഉടമ്പടി എടുത്തേക്കാമേ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. കുഞ്ഞ് നോർമലായിട്ട് നടന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് ചോദിക്കുക, എന്തിനാ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നത്? കുഞ്ഞിന് ഒരു കുഴപ്പവും കാണുന്നില്ലല്ലോ, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. വലിയ സാക്ഷ്യമാണ്. കുഞ്ഞുങ്ങൾ രോഗാവസ്ഥയിലുള്ളവർ, കുഞ്ഞുങ്ങൾക്ക് അസുഖമുള്ളവർ, ചികിത്സയിലിരിക്കുന്നവരെല്ലാം ഇപ്പോൾ ഈ സാക്ഷ്യം കേട്ട് പ്രാർത്ഥിക്കണം. ഒന്ന് പ്രഗ്നൻ്റ് ആയപ്പോഴുണ്ടായിരുന്ന അവസ്ഥയാണ്. യൂട്രസ് വികസിച്ചതിനാൽ ഉള്ള ദുരിതം, സ്റ്റിച്ചിടാൻ പറ്റാത്ത സാഹചര്യം. കൃപാസനം ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിനുശേഷം ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം കൃപാസനത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്നും പ്രാർത്ഥിക്കാൻ നേരുകയും ചെയ്തു. എന്നിട്ട് ഉടമ്പടി തൈലം പുരട്ടിയെന്നാണ് പറഞ്ഞത്. സങ്കീർത്തനം 91:10, ഒരു പുതിയ തൈലം ഞാൻ നിന്നെ പൂശുകയാണ്, നീ സൗഖ്യം പ്രാപിക്കും. സൗഖ്യപ്പെട്ടു. രണ്ടാമത്തെ വരുന്ന സാക്ഷ്യം എന്ന് പറയുന്നതാണ് കുഞ്ഞിന് നടക്കാൻ പറ്റാത്ത സാഹചര്യം. അത് കൃപാസനം അടച്ചിട്ടിരിക്കുന്ന സമയം, ലോക്ക്ഡൗൺ കാലഘട്ടമാണ്. അപ്പോൾ കൃപാസനത്തിൻ്റെ കവാടത്തിൽ അമ്മയുടെ നടയിൽ വന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്കാണ്, അങ്ങനെയല്ലേ ശില്പേ, പോകുന്ന വഴിക്കാണ് അമ്മയുടെ മുന്നിൽ വന്ന്, കവാടത്തിങ്കിൽ വന്ന് അമ്മയുടെ മുന്നിൽ കുഞ്ഞിനെ നിർത്തിയപ്പോൾ കുഞ്ഞ് നടന്നു വന്നാണ് പറയുന്നത്. ആ കുഞ്ഞിനെയാണ് കയ്യിലെടുത്ത് അവിടെ നിർത്തിക്കുക താഴെ. നിങ്ങൾ കരം കടിച്ച് കർത്താവ് എന്ന് പറയട്ടെ. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന തത്സമയ സാക്ഷ്യമാണിത്. ഉടനടി കർത്താവ് കൊടുത്ത അനുഗ്രഹമാണിത്. ഉടനടി ദൈവം കൊടുത്ത അനുഗ്രഹമാണ്. നിന്റെ ജീവിത ദുരിതങ്ങളും നിന്റെ വേദനകളും നിന്റെ വിഷമതകളും എന്തുണ്ടെങ്കിലും ദൈവം നിന്നെ ശക്തിപ്പെടുത്തും. പരിശുദ്ധമ്മ വാഗ്ദാന പേടകമാണ്. അമ്മയുടെ ശക്തി നിങ്ങളുടേക്ക് കരങ്ങളടിച്ച് കർത്താവ് എന്ന് പറയട്ടെ. ശക്തമായി കരടിക്കട്ടെ. ദൈവത്തിൻ്റെ മുന്നിൽ ഈ സാക്ഷ്യം കേട്ട് പ്രാർത്ഥിക്കുന്നവർ ഓർക്കണം, നിങ്ങളുടെ മക്കൾക്ക് ഏതെങ്കിലും അവസ്ഥകളുണ്ടെങ്കിൽ, ഏതെങ്കിലും രോഗ ദുരിതങ്ങളിലാണെങ്കിലും, ഏത് ചികിത്സയിലാണെങ്കിലും പരിശുദ്ധമ്മ നിങ്ങളെ ഏറ്റെടുക്കും.